ഹായ് ഗെയ്സ്, വെൽക്കം ടു ആര്യ രാജ്. ഇന്നേ രാവിലെ ആയപ്പോൾ എനിക്കൊരു ചിന്ത, ഇന്നെന്ത് കറി വയ്ക്കുമെന്ന്. ഇന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് ചോറുണ്ണണം എന്ന് തോന്നി. എന്തെന്നറിയാവേ, പുഴുക്കുണ്ടാക്കി വെച്ച് ചോറുണ്ണണമെന്നൊരു തോന്നല്. അങ്ങനെ ഞാൻ പറമ്പിലൊക്കെ ഇറങ്ങി നടന്നപ്പോൾ കാണാം, അവിടെ ഒന്ന് രണ്ട് സാധനം അങ്ങനെ പരുവായി മുറ്റി കിടക്കുകയാണ്. അപ്പം ഞാൻ അതിനെ ഒന്ന് വെട്ടിയെടുക്കുകയാണ്. സാധാരണ നമ്മൾ ഈ വെട്ടയും കിളക്കുകയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ബലം കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഞാനതൊന്ന് കാണിച്ചു തരാം. അതുപോലെ നിങ്ങളും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ശക്തി കിട്ടും. ഏത് പ്രായക്കാർക്കും വെട്ടിയും കിളച്ചും എല്ലാ പരിപാടിയും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാനങ്ങനെ ആ സാധനം വെട്ടിയെടുക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്, വെട്ടിയെടുക്കണം. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ കാണാം, ഇതാ നോക്കിയേ, ഒരു കൊല നല്ല പഴുത്തങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ ഒന്ന് അടർത്തി എടുത്തിട്ട് ഉപ്പും കൂട്ടി മുളകിട്ട് അങ്ങനെ തിന്നാൻ എന്തൊരു ടേസ്റ്റാണ് നോക്കട്ടെ. ഭയങ്കര ചോനൻ, മധുരം കൊണ്ടാണ് ഈ ചോനം വരുന്നത്. സാധാരണ ഇത് ചെറുതാണ്, ഇത് വലുത്, നല്ല വലുത്. കണ്ട, ഒരു കൊലയെ തന്നെ എത്ര എണ്ണം നിൽക്കുന്നു നോക്കി, ഒരു അതിശയം തന്നെ അല്ലേ. കണ്ട, നല്ല ഒരു കൊല. അപ്പോൾ ഇതിനെ ഒന്ന് അടർത്തിയെടുത്ത് വച്ചിട്ട് അത് വെട്ടിയെടുക്കാൻ പോകുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ആദ്യം ഇതിൻ്റെ മുകളിലോട്ടാണ് ഞാൻ എന്തൊരു ടേസ്റ്റ്. നമുക്ക് അങ്ങോട്ട് ചെന്ന് അത് വെട്ടിയെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബലം കിട്ടാൻ ഒരു കാര്യം ചെയ്യണം. ഇതുപോലെ ഷോ എന്തെങ്കിലും എടുത്ത് നമ്മൾ ഇടുപ്പിൽ ഇതുപോലെ ഒന്ന് വലിഞ്ഞ് മുറുക്കി ഒരു കെട്ട്, കാര്യമായിട്ട് ഇതുപോലെ ഒന്ന് കെട്ട് കെട്ടിയാൽ നമുക്ക് ഇടുപ്പിന് നല്ല ബലം കിട്ടും. ഷോളോ തോർത്തോ എന്തെങ്കിലും. പണ്ടത്തെ ജോലിക്കാരൊക്കെ, പണ്ട് നമ്മുടെ അച്ഛനപ്പന്മാരൊക്കെ, അവരൊക്കെ ഇതുപോലെയാണ്. വയലിൽ പോകുമ്പോൾ സാധാരണ അവർ വേഷം എടുത്തിട്ട് അവരിതുപോലെ ഇടുപ്പിൽ സ്ട്രോങ് കെട്ട് തോർത്ത് കൊണ്ട് കെട്ടണേ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും അതുപോലെ കെട്ടി ശീലിച്ചത്. അപ്പം ഇടുപ്പിൽ നല്ലൊരു ബലം കിട്ടും. ഞാൻ വെട്ടിയെടുക്കാൻ പോകുന്നത് എന്താണെന്ന് കണ്ടോ, ഇത് കണ്ട ചാമ്പൻ കിഴങ്ങ്. ഇതെല്ലാം പട്ട് പരുവായി കിടക്കുന്നു. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് വെട്ടിയെടുത്ത് ഇതൊന്ന് ഉച്ചയ്ക്ക് മുട്ട, ചേമ്പ്, അവിയൽ അന്ന് ഞാൻ ഒരിക്കൽ വെച്ച് കാണിച്ചു തന്നില്ലേ, അതുപോലെയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് വെട്ടിയെടുത്താലും വെട്ടിയെടുക്കാം. ഓന്ത് എന്താ, ഈ പ്രാണികളും ജീവികളൊക്കെ ഇവിടെ ഒരുപാട് വരാറുണ്ട്. സാധാരണ ജൈവ വളങ്ങളിലേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, മറ്റു കെമിക്കലൊന്നും തളിക്കാത്തത് പോലെ. കണ്ട പച്ച ആദ്യം ഇതിനെ ഒന്ന് പിഴുതു നോക്കാം. രണ്ടെണ്ണം പൊട്ടി വെട്ടിയെടുത്തിട്ട് ബാക്കി പിഴ, അല്ലെങ്കിൽ പിന്നെ അത് കൺഫ്യൂഷനായി പോകും. താന്ന് പോയിരിക്കുന്നു, നല്ല പരുവായി നിൽക്കുകയായിരുന്നു. ഇങ്ങനെ ആട്ടി എടുക്കണം. എന്നിട്ടും തുമ്പ് പൊട്ടി പോയി കണ്ട. പക്ഷെ നല്ല വലിയ കിഴങ്ങ്. ഇതിലും പൊട്ടി കണ്ട. ഇതിനെ ഇനി കട്ട് ചെയ്തതാ, ഇതിനെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി ഇവിടെയും കട്ട് ചെയ്ത് ഒരു 5-6 ദിവസം കിടന്നതിന് ശേഷം എടുത്ത് വീണ്ടും നടണം. അപ്പം നമുക്ക് വീണ്ടും ഇത് ചാമ്പങ്ങ ഇതുപോലെ വെട്ടിയെടുക്കാം. വംശം നശിക്കാതെ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ അന്നൊരിക്കൽ വീഡിയോ എടുത്ത് കാണിച്ചു തന്നതാണ്. കണ്ട, ഒരു ചാമ്പിൻ്റെ മൂട്ടിൽ 2 എണ്ണം. കണ്ട, അന്ന് ഒരു ആള് കമൻ്റ് ഇട്ട് കളിയാക്കിയായിരുന്നു, ഇതിനു മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതാണ് കണ്ടത്, അവർക്കറിയില്ല, അതുകൊണ്ട് അവർ പറഞ്ഞത്. ഇതാ കണ്ട, ഒരു മൂട്ടിൽ 2 ചേമ്പ്. കണ്ട, കിഴങ്ങുകൾ പൊട്ടി വെട്ടിയെടുക്കാം. പക്ഷെ കണ്ട, ഇങ്ങനെ സംഭവിക്കാറുണ്ട്. കലിയുഗമല്ലേ, അതുകൊണ്ട്
ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ. കണ്ട കണ്ട കിഴങ്ങ് താന്നു കളന്ന്. നല്ല മുറ്റി പരുവായി. നല്ല ഈ ചിത്തിര, ഉപ്പൻ ഇതൊക്കെ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് ഈ പറമ്പിലുള്ളതാണ്. ചിത്തിര പെണ്ണേ ഓഹോ വെളിപ്പെണ്ണേ ആഹാ വെറ്റിലപ്പാക്കുണ്ടോ വെള്ളിക്കിണ്ണം വെറ്റിലക്കിണ്ണം ഇല്ലത്താണല്ലോ ചിത്തിര പെണ്ണേ ഓഹോ വെളിപ്പെണ്ണേ ആഹാ വെറ്റിലപ്പാക്കുണ്ടോ വെള്ളിക്കിണ്ണം വെറ്റിലക്കിണ്ണം ഇല്ലത്താണല്ലോ. കണ്ട നല്ല മുറ്റിയ ചേമ്പ് കിഴങ്ങ്. ഇതൊക്കെ മാർക്കറ്റിൽ നല്ല വിലയാണ് ഇതിന്. പുഴുങ്ങാൻ വേണ്ടി സാധനം ആൾക്കാർ ഇത് വാങ്ങും. ചിലർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ചേമ്പ് ഇവിടെ നിൽക്കുന്ന കാണുമ്പോഴേ എൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും വരുമ്പോൾ അവർ തന്നെ ചോദിക്കും ചേമ്പ് വെട്ടുമ്പോൾ എനിക്ക് തരണേ എന്ന് പറയുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ചേമ്പും കിഴങ്ങ് വാങ്ങാറുണ്ടായിരുന്നു. കണ്ട ഇത്രയും ചേമ്പും കിഴങ്ങ് എനിക്ക് കിട്ടി. വെറുതെ ഇരിക്കുന്ന സമയം ഞാൻ ഇതൊക്കെ കുഴിച്ചിവിടെ ഇട്ടത് കൊണ്ടാണല്ലോ എനിക്ക് ഇതൊക്കെ കിട്ടിയത്. നിങ്ങൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് അയക്കണം, കമൻറ്റ് അയക്കണം. ഇനിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.